നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് അർജന്റീന കടന്നുപോയ മത്സരം, കാനഡയ്ക്കെതിരെ ഏകപക്ഷീയമായ 2 ഗോളിന്റെ വിജയം നേടിയ മത്സരം, ഹൂലിയൻ ആൽവാരസും ലിയോ മെസ്സിയും അർജന്റീനക്കായിട്ട് ഗോളുകൾ നേടിയ മത്സരം. ആ മത്സരത്തിലെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. അർജന്റീനയുടെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് 6.91, കാനഡയുടെ മൊത്തം പ്രകടനത്തിന്റെ റേറ്റിംഗ് 6.66. അർജന്റീനയുടെ ഓരോ താരങ്ങളുടെയും റേറ്റിംഗിലേക്ക് പോയാൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് 7.4, ഡിഫൻസിൽ ഗോൺസാലോ മൊണ്ടിയിൽ 6.8, ക്രിസ്ത്യൻ റൊമേറോ 7.3, ലിസാൻഡ്രോ മാർട്ടിനസ് 6.9, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ 6.6, ആംഗേൽ ഡി മരിയ മധ്യനിരയിലേക്ക് ഒരു ആംഗേൽ ഡി മരിയ 7, റോദ്രിഗോ ഡി പോൾ 7.6. അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തി. ഒരു അസിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു. 80% പാസിംഗ് ആക്യുറസി, 2 കീ പാസുകൾ, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ മികച്ച പ്രകടനമാണ് ഇന്ന് റോദ്രിഗോ ഡി പോളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എൻസോ ഫെർണാണ്ടസ് 7.6, അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. അദ്ദേഹത്തിന്റെ ഷോട്ടാണ് മെസ്സിയുടെ കാലിൽ തട്ടി ഡിഫ്ലക്റ്റഡ് ആയി മെസ്സിയുടെ ഗോളായിട്ട് മാറുന്നത്. അലക്സിസ് മാക്കലിസ്റ്ററിന്റെ റേറ്റിംഗ് 6.6. മുന്നേറ്റ നിരയിൽ ലിയോ മെസ്സി 7.4. മെസ്സിയുടെ പ്രകടനത്തിന്റെ കണക്കിലേക്ക് പോയാൽ 90 മിനിറ്റ് കളിച്ചിട്ട് ഒരു ഗോള്, അദ്ദേഹം ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട്, 3 ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ, ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ 3 നടത്തി, പക്ഷെ ഒന്നും സക്സസ്ഫുൾ ആയില്ല. 45 ടച്ചുകൾ, 29 പാസുകളിൽ 23 ലക്ഷ്യത്തിലേക്ക്, അതായത് 79% പാസിംഗ് ആക്യുറസി. 2 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു, 2 ക്രോസുകൾ, അതിലൊന്ന് സക്സസ്ഫുൾ ആയി, 2 ലോങ് ബോൾ, അതിലൊന്ന് സക്സസ്ഫുൾ ആയി. 8 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 2 വിൻ ചെയ്തത്. ഏരിയൽ ഡ്യുവൽസ് ഒന്നും നടത്തിയിട്ടില്ല. 12 തവണ പൊസിഷൻ നഷ്ടപ്പെട്ടു. ഇതാണ് മെസ്സിയുടെ ഒരു പ്രകടനത്തിന്റെ കണക്ക്. 7.4 അദ്ദേഹത്തിന്റെ റേറ്റിംഗ്. ഹൂലിയൻ ആൽവാരസ്, അദ്ദേഹമാണല്ലോ അവരുടെ ആദ്യ ഗോളിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.4. അർജന്റീനയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ നിക്കോളാസ് ഓട്ടാമെന്റി, അദ്ദേഹം ടാഗ്ലിയാഫിക്കോക്ക് പകരം 64-ാമത്തെ മിനിറ്റിൽ കളത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 6.5. നാഹ്യുൽ മോളിന, ഗോൺസാലോ മൊണ്ടിലിന് പകരം 71-ാമത്തെ മിനിറ്റിൽ കളത്തിലേക്ക്, റേറ്റിംഗ് 6.4. നിക്കോളാസ് ഗോൺസാലസ് 78-ാമത്തെ മിനിറ്റിൽ ആംഗേൽ ഡി മരിയയ്ക്ക് പകരമാണ് ഇറങ്ങിയത്, റേറ്റിംഗ് 6.5. അലക്സിസ് മാക്കലിസ്റ്റർക്ക് പകരം 78-ാമത്തെ മിനിറ്റിൽ ഇസിക്കിയൽ പലാസിയോസ് വന്നിരുന്നു, റേറ്റിംഗ് 6.1. ഹൂലിയൻ ആൽവാരസിനെ പിൻവലിച്ച് ലൗട്രോ മാർട്ടിൻസ് വന്നു, റേറ്റിംഗ് 6.5. എന്തായാലും അർജന്റീന ഇതാ കോപ്പയുടെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.